CPM-ന് ഒരു മീഡിയ റൂമുണ്ടെങ്കിൽ, അതിൻ്റെ മീഡിയ മാനേജേഴ്സ് ഉണ്ടെങ്കിൽ, അവരൊറ്റ കാര്യം ചെയ്യണം. എനിക്ക് ദയവായിട്ട് അപേക്ഷിക്കാനുള്ളത്, ഈ പറയുന്ന ഗോവിന്ദൻ മാഷി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, എന്ത് യാത്രയാണ്? വികസന മുന്നേറ്റ യാത്ര. ഈ വികസന മുന്നേറ്റ യാത്ര തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ പത്രസമ്മേളനങ്ങളും അതിൻ്റെ ക്ലിപ്പുകൾ CPIM-ൻ്റെ മീഡിയ മാനേജേഴ്സ് ദയവ് ചെയ്ത് അവരൊന്ന് കാണണം, അവരൊന്ന് പരിശോധിക്കണം. എന്നിട്ട് നിഷ്പക്ഷമായിട്ട് ജസ്റ്റ് ഒരു അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ തിയറിയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ അവർ. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നത്, അത് ഏത് നിലക്കാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സാമാന്യ ധാരണ അവർക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ഈ പത്രസമ്മേളനങ്ങളെല്ലാം കാണുക. അതെന്താണ് ഈ ഗോവിന്ദൻ, MV ഗോവിന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലെ ഈ ദൃശ്യങ്ങൾ കാണുന്ന, കൺസ്യൂം ചെയ്യുന്ന, വിഷ്വൽ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന മനുഷ്യരോട് അങ്ങേരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നതിനെക്കുറിച്ച് ഏറ്റവും പ്രാഥമികമായ ഒരു ആലോചന അവർ നടത്തണം. വലിയ ഈ കമ്മ്യൂണിക്കേഷൻ തിയറീസും മറ്റു കാര്യങ്ങളും അതിൻ്റെ സൈക്കോളജിക്കൽ സ്പൈറലിംഗ് ഇമ്പാക്റ്റ് ഇത്തരം സൂക്ഷ്മ പഠനങ്ങളൊക്കെ വിട്ടേക്കും. വളരെ പ്രാഥമികമായി ഈ മനുഷ്യൻ്റെ ശരീരഭാഷ, ഇങ്ങനെ ഉപയോഗിക്കുന്ന പദാവലികൾ, ഇങ്ങേരുടെ സംസാര ശൈലി, പറയുന്ന കാര്യങ്ങൾ, മറുപടികൾ, ഇതെന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നൊരു ആലോചന അവർ നടത്തണം എന്നാണ് ഞാൻ പറയുക. അത് ഈ ഓരോ ദിവസവും ഇദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നു, ഓരോ ദിവസത്തെയും ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം 1000 വോട്ടുകൾ CPM-ന് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഒരു മാധ്യമപ്രവർത്തകൻ്റെയും ഒരു ചോദ്യം പോലും മുഴുമിപ്പിക്കാൻ അദ്ദേഹം അനുവദിക്കാറില്ല. ആ ഒരു ചോദ്യം ഫ്രെയിം ചെയ്ത് തീരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് മറുപടി വന്നിട്ടുണ്ടാവും. ആ മറുപടി എന്താണ്? പരമപുച്ഛം എന്ന് പറഞ്ഞുള്ള മറുപടി. ആ പരമപുച്ഛം നിറഞ്ഞ മറുപടി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് വെളുക്കച്ചിരിക്കും, ഇദ്ദേഹത്തിന് വഷളായിട്ട് ചിരിക്കും. എന്നിട്ട് ആ ഫ്രെയിം ശ്രദ്ധിച്ചത്, ഈ ഫ്രെയിമിൽ എപ്പോഴും INL നേതാവ് ഉണ്ടാവും. അങ്ങേരുടെ ഒരേ ഒരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ അതിനേക്കാൾ അതിനേക്കാൾ വഷളായി ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ പത്രസമ്മേളനത്തിൽ ഇന്ന് കണ്ടു ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യം ഒരു ചോദ്യം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുന്നു. അതിന് വേറെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞു, അതിന് മറുപടി കഴിഞ്ഞു. ദെൻ കംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആളോട് ഇദ്ദേഹം ആ ചോദ്യം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ഏതാണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഏതാ പത്രം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പത്രക്കാരൻ മാതൃഭൂമിയാന്ന് പറയുന്നു. അതിന് ചോദ്യം മനസ്സിലാവില്ല, അതുകൊണ്ട് തന്നെ ചോദ്യം മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വെളുക്കച്ചിരിക്കുന്നു. ഈ പറയുന്ന INL-കാരൻ അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അതിനേക്കാൾ വെളുക്കച്ചിരിച്ചു കൊടുക്കുന്നു. ഇതാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. പരമപുച്ഛം പ്രസരിപ്പിക്കുക, സർവ്വ മനുഷ്യരോടുമുള്ള പരമപുച്ഛം. അത് ഈ നിഷാദ് പറഞ്ഞതുപോലെ ഈ വള്ളിക്കെട്ട് ഭാഷയിലൂടെ, ആർക്കും എളുപ്പം മനസ്സിലാകാത്ത ഭാഷയിലൂടെ ആ പരമപുച്ഛം ഇങ്ങനെ അത് പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അങ്ങേര് തന്നെ ചിരിക്കുക. അതാണ് അതിൽ തമാശ. അങ്ങേര് തന്നെ ചിരിക്കുക, കൂടെയുള്ളവർക്ക് ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ കൂടെ ചിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇത് ലക്ഷോപലക്ഷം മനുഷ്യർ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? എന്തിനായിരിക്കും ഇവരിങ്ങനൊരു യാത്ര സംഘടിപ്പിച്ച് ഇങ്ങനെ? ഇപ്പോൾ നോക്കൂ, അപ്പുറത്ത് ജോസ് കെ മാണി യാത്ര നടത്തുന്നുണ്ട്, ബിനോയ് വിശ്വ യാത്ര നടത്തുന്നുണ്ട്, അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിനൊന്ന് നോക്കി നിന്നൂടെ? മാധ്യമങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആ മുമ്പിലിരിക്കുന്ന ആ ലേഖകൻ്റെ അതിപ്പോൾ 2 ദിവസമായി കാണുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്ന ആളുകളുടെയൊക്കെ സ്ഥാപനത്ത് ഏതാണെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട്. നോക്കൂ, പ്രാഥമികമായ ഒരു കാര്യം, ഈ ചോദിക്കുന്ന ലേഖകനോടല്ല MV ഗോവിന്ദൻ മറുപടി പറയുന്നത്. അവിടെ ഡസൺ കണക്കിന് ക്യാമറകളുണ്ട്, ലൈവ് സ്ട്രീംഡാണത്. ലക്ഷക്കണക്കിന് മനുഷ്യർ, ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്നും ഈ മനുഷ്യർ സാമാന്യ ബുദ്ധിയുള്ളവരാണെന്നും സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുള്ളവരാണെന്നും സാധാരണ ഇദ്ദേഹം പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളാണ്. പാർട്ടി ക്ലാസ്സിൽ അച്ചടക്കത്തോടെ വന്നിരിക്കുന്ന സഖാക്കൾ മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഈ മനുഷ്യർ, ചിന്തിക്കുന്ന മനുഷ്യർ, ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന മനുഷ്യരാണെന്നും 1 മാസം കഴിഞ്ഞാൽ ഇവരാണ് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതെന്നൊക്കെ ഒരു മിനിമം ധാരണ വേണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇനിയിപ്പോൾ കഴിയാനായോ? ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ
ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പാർട്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ, അവരാണല്ലോ വിഷ്വൽ മീഡിയയിൽ കൂടുതൽ എൻഗേജ് ചെയ്യുന്നത്. അവരിത് കണ്ടുകൊണ്ട് ഇതിന് താഴെ വരുന്ന കമൻറ്റുകളെങ്കിലും അവർക്കൊന്ന് വായിച്ചു നോക്കിക്കൂടെ? ഇതിന് താഴെ ഇത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, പല പ്ലാറ്റ്ഫോമുകളിൽ ഇത് വരുന്നത് താഴെ ആയിരക്കണക്കായ മനുഷ്യർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ മീഡിയ റൂമിലിരിക്കുന്ന ആളുകൾ, മീഡിയ മാനേജേഴ്സ് അതൊന്ന് നോക്കിയിട്ട് ഒന്ന് അലേർട്ട് ചെയ്യണ്ടേ? മാഷ് ഇങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ അല്ല, മനുഷ്യരോട് ഇങ്ങനെ അല്ല സംസാരിക്കേണ്ടത്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരാണ് ഇവിടെ, അന്തസ്സുള്ള മനുഷ്യരാണ് ഇവിടെ. ഈ ലേഖകർ, ഈ പത്രലേഖകർ അവരൊരു തൊഴിൽ ചെയ്യുകയല്ലേ, അപ്പോൾ ചോദ്യം ചോദിക്കാൻ അവരുടെ ഉത്തരവാദിത്തമല്ലേ? അവരോടും പരമപുച്ഛം പ്രസരിപ്പിക്കുക. ആ പരമപുച്ഛം ആ ലേഖകൻ്റെ മേത്ത് മാത്രമല്ല കൊള്ളുന്നത്, കേരളത്തിലെ മനുഷ്യരുടെ മേത്താണ് എന്ന് മനസ്സിലാവണ്ടേ? അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന നാടകം കൂടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നം അപ്പുറത്തില്ല, അതും കൂടെ മനസ്സിലാക്കണം. ജോസ് കെ മാണി എത്ര ഗംഭീരമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബിനോയ് വിശ്വം എത്ര ഗംഭീരമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്കിലും പഠിക്കുവാൻ ഞാൻ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന കലാപരിപാടി എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഗോവിന്ദൻ മാഷും അദ്ദേഹത്തിൻ്റെ മീഡിയ മാനേജേഴ്സും ഈ ദിവസമെങ്കിലും ഒരു പുനരാലോചന നടത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.